ഫസ്റ്റ് സെർച്ചിന്റെ ട്രാവേഴ്സിംഗ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. അടുത്ത ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ബ്രെഡ് ഫസ്റ്റ് സെർച്ചിൽ നമ്മൾ കണ്ടിരുന്നു ക്യൂ ആണ് ആക്സിലറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് സ്റ്റോറേജ് സ്ട്രക്ചർ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ സ്റ്റാക്ക് ആണ് ആക്സിലറി സ്റ്റോറേജ് സ്ട്രക്ചർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റോറേജ് സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നോട്ട്സിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നോട്ട്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഗ്രാഫ് ട്രാവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ബ്രെഡ് ഫസ്റ്റ് സെർച്ചിൽ യൂസ് ചെയ്ത സെയിം ഗ്രാഫാണ് ഞാൻ ഇവിടെയും വരയ്ക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട സ്റ്റാർട്ടിംഗ് നോഡ്. നമുക്കിതിൽ ഏത് നോഡിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എ ആണ് എൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ്. അപ്പോൾ ഈ നോഡുകളെല്ലാം ഒരു 3 സ്റ്റേറ്റിലൂടെ പാസ് ചെയ്ത് പോകും. നമ്മൾ ബ്രെഡ് ഫസ്റ്റ് സെർച്ചിൽ പറഞ്ഞതുപോലെ തന്നെ 3 സ്റ്റേറ്റ്, സ്റ്റാറ്റസ് 1, സ്റ്റാറ്റസ് 2, സ്റ്റാറ്റസ് 3. സ്റ്റാറ്റസ് 1 എന്ന് പറയുന്നത് റെഡി സ്റ്റേറ്റ് ആണ്. സ്റ്റാറ്റസ് 1 എന്ന് പറയുന്നത് റെഡി സ്റ്റേറ്റ് ആണ്, റെഡി ഓർ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്. സ്റ്റാറ്റസ് 2 എന്ന് പറയുന്നത് വെയിറ്റിംഗ് സ്റ്റേറ്റ് ആണ്. എവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ വെയിറ്റ് ചെയ്യുന്നത് സ്റ്റാക്കിലാണ് നമ്മുടെ നോഡ് വെയിറ്റ് ചെയ്യുന്നത്. അടുത്തത് പ്രോസസ്ഡ് സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റാക്കിനകത്ത് വെയിറ്റ് ചെയ്യുന്ന ഓരോ നോഡും സ്റ്റാക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് തേർഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, സ്റ്റാറ്റസ് 3യിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് 3 സ്റ്റേറ്റുകൾ. ഇനി ഈ നോഡിൻ്റെ, നമുക്കിപ്പോൾ ഈ ഗ്രാഫിനകത്തുള്ള എല്ലാ നോഡിൻ്റെയും സ്റ്റാറ്റസ് ഞാൻ എഴുതുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് എല്ലാ നോഡിൻ്റെയും സ്റ്റാറ്റസ് 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. 1 ആണ്. അടുത്ത സ്റ്റാർട്ടിംഗ് നോഡ് എ ആണ്. സ്റ്റാർട്ടിംഗ് നോഡ് എടുക്കുന്നു, അതിനെ നമ്മുടെ സ്റ്റോറേജ് സ്ട്രക്ചറായ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്നു. എ ആണ് ആഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതാ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു എൻഡിൽ കൂടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതും അതേ എൻഡിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നതും. അപ്പോൾ നമ്മളിവിടെ എ ഇൻസേർട്ട് ചെയ്തു. ഇനി എ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ എൻഡിൽ കൂടെ മാത്രമേ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റിലിരുന്ന എയുടെ സ്റ്റാറ്റസ് ഇപ്പോൾ 2 ആയിട്ട് മാറി. എവിടെ? സ്റ്റാക്കിലേക്ക് എ എൻ്റർ ആയപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് 2 ആയിട്ട് മാറി. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഒരു സ്റ്റാക്കിലേക്ക് ഒരു നോഡ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പ്, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലിമെൻറ്റിനെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാക്കിനകത്ത് ഒരു എലിമെൻറ്റേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ തന്നെയാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ളത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ആണ്. എയുടെ സ്റ്റാറ്റസ് 3 ആയിട്ട് മാറി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗ്രാഫിൽ എ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. എ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഒരു നോഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കേണ്ടത് ആ നോഡിന് എത്ര നൈബേഴ്സ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഒരു നോഡിനെ പ്രോസസ്സ് ചെയ്യുക, അതിൻ്റെ ഏതെങ്കിലും ഒരു നൈബറിങ് നോഡിനെ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ബി ആണ് സെലക്ട് ചെയ്യുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ ആ ഒരു നൈബറിങ് നോഡിനെ ആദ്യം പ്രോസസ്സ് ചെയ്യുന്നു. ഇനി അതിൻ്റെ നൈബറിങ് നോഡ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു, അതിലൊന്നിനെ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് ബ്രെഡ് ഫസ്റ്റ് സെർച്ചിൽ എങ്ങനെയാണ്? നമ്മൾ മുന്നേ പഠിച്ച ബ്രെഡ് ഫസ്റ്റ് സെർച്ചിൽ എങ്ങനെയായിരുന്നു? ഒരു നോഡ് പ്രോസസ്സ് ചെയ്തു, അതിൻ്റെ എല്ലാ നൈബേഴ്സിനെയും പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. എ പ്രോസസ്സ് ചെയ്തു, എന്നിട്ട് എക്ക് എത്ര നൈബേഴ്സ് ഉണ്ട്? 3 നൈബേഴ്സ് ഉണ്ട്. ഡി ഉണ്ട്, ഇ ഉണ്ട്, ബി ഉണ്ട്. അതിലേതെങ്കിലും ഒരു നൈബറിനെ മാത്രമേ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം പെൻഡിങ്ങിൽ വെച്ചേക്കും. അപ്പോൾ എയുടെ നൈബറിങ് നോഡായ ബി എനിക്ക് വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഡി പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എ റിമൂവ് ചെയ്തു, അതായത് എ പ്രോസസ്സ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്?
എയുടെ നൈബേഴ്സിനെ സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്യുക. എയുടെ നൈബേഴ്സ് ആരൊക്കെയുണ്ട്? ബി ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബി, ഇ, ഞാൻ ഈ ഓർഡറിൽ അങ്ങനെ ആഡ് ചെയ്യാണ്. ഡി, ഇ, ബി എന്ന് ആഡ് ചെയ്തു. അപ്പോൾ എയുടെ നൈബേഴ്സ് എവിടെ വന്നു കഴിഞ്ഞു? സ്റ്റാക്കിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റാക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം സ്റ്റാറ്റസ് മാറും. ബിയുടെയും ഇയുടെയും ഡിയുടെയും സ്റ്റാറ്റസ് മാറി. ബി, ഡി, ഇ സ്റ്റാറ്റസ് 2 ആയിട്ട് വെയിറ്റിംഗിലാണ്. ഇനി നമ്മൾ വീണ്ടും സ്റ്റാക്കിനകത്തേക്ക് നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് ഒരു എലിമെന്റിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ റിമൂവ് ചെയ്യുന്ന ഏതിനായിരിക്കും? ബി ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ബി റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ ആയി കഴിഞ്ഞു? ബി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫിൽ ബി കൂടെ പ്രോസസ് ചെയ്തു. ബി പ്രോസസ് ചെയ്തു. അപ്പോൾ ബി റിമൂവ് ചെയ്തു. ബി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ബിയുടെ നൈബേഴ്സിനെ വീണ്ടും ആഡ് ചെയ്യണം നമുക്കല്ലേ. അപ്പോൾ ബിയുടെ നൈബേഴ്സിനെ നമുക്ക് നോക്കാം. ബി പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. ബിയുടെ സ്റ്റാറ്റസ് 3 ആയിട്ട് മാറി. ഇവിടെ ഡിയും ഇയും അവിടെ തന്നെ ഉണ്ട്, ചേഞ്ച് ഇല്ല. ഇനി ബിയുടെ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യണം? ബിയുടെ സ്റ്റാറ്റസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ബി റിമൂവ് ചെയ്ത് ഇനി ബിയുടെ നൈബേഴ്സ് നോക്കണം. ആരൊക്കെയാണ് ബിയുടെ നൈബേഴ്സ്? എ ഉണ്ട്, ഇ ഉണ്ട്, സി ഉണ്ട്. അതിൽ എ നോക്കി, എ ഓൾറെഡി പ്രോസസ്ഡ് ആണ്, അതിന് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇ എവിടെ? വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ്. എവിടെയുണ്ട്? നമ്മുടെ സ്റ്റാക്കിനകത്തുണ്ട്, സ്ട്രക്ചറിലുണ്ട്. അപ്പോൾ അതിനെ നോക്കേണ്ട കാര്യമില്ല. ഇനി സി ഇപ്പോഴും ഏത്? റെഡി സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സി നമ്മൾ സ്റ്റാക്കിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പം ഞാൻ സി സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്തു. സ്റ്റാക്കിനകത്തേക്ക് വരുമ്പോൾ സിയുടെ സ്റ്റേറ്റ് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അതായത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. സ്റ്റാക്കിനകത്തേക്ക് ഒരു നോഡ് ഇപ്പോൾ നൈബറിനെ ആഡ് ചെയ്തു. ബി പ്രോസസ് ചെയ്ത് ബിയുടെ നൈബറായ സി സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോഡ് ആഡ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ടോപ്പിലുള്ള എലിമെന്റിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ടോപ്പിലുള്ള എലിമെന്റ് റിമൂവ് ചെയ്തു. ഇപ്പോൾ സി ആണ് പുറത്തേക്ക് ഇറങ്ങിയത്. സി പുറത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ സി പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ സ്റ്റാറ്റസ് 3 ആയിട്ട് മാറി. അപ്പോൾ സി പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് ഇനി സി റിമൂവ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ സിയുടെ നൈബേഴ്സിനെ നോക്കണം അല്ലേ നമുക്ക്. സിയുടെ നൈബേഴ്സ് ആരൊക്കെയാണ്? ജി ഉണ്ട്, ബി ഉണ്ട്. ബി ഓൾറെഡി പ്രോസസ്ഡ് ആണ്, നോക്കേണ്ട കാര്യമില്ല. ഇനി ജി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ സ്റ്റാക്കിനകത്തുള്ള ബാക്കി എല്ലാ എലിമെന്റ്സും അവിടെ ഉണ്ട്. ഡി ഉണ്ട്, ഇ ഉണ്ട്, സി ഇവിടെ റിമൂവ് ചെയ്തു. പിന്നെ സിയുടെ നൈബറായിട്ടുള്ള ജി ആഡ് ചെയ്തു. അപ്പോൾ ജി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ജിയുടെ സ്റ്റാറ്റസ് എത്രയായിട്ട് മാറണം? 2 ആയിട്ട് മാറണം. ജിയുടെ സ്റ്റാറ്റസ് 2 ആണ്. ഒരു എലിമെന്റ് സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് ഒരു എലിമെന്റ് റിമൂവ് ചെയ്യുക. ഇപ്പൊ സ്റ്റാക്കിനകത്തേക്ക് വന്ന ജി ആണ് നമുക്കിവിടെ റിമൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ ലിസ്റ്റ് ആണ്. അതുകൊണ്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ലാസ്റ്റിൽ വന്ന ഇപ്പൊ ജി ലാസ്റ്റിൽ വന്നതാണല്ലേ. ലാസ്റ്റിൽ വന്നത് ഫസ്റ്റിൽ പുറത്തേക്ക് വരും. ഇവിടെ ആദ്യമേ വന്നത് ഇവിടെ സ്റ്റാക്കിനകത്ത് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. താഴെ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പൊ മേളിൽ വരുന്ന എലിമെന്റ്സിനെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ വന്ന ജി വീണ്ടും അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാണ്. അപ്പൊ ജി റിമൂവ് ചെയ്യുമ്പോൾ ജിയുടെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറണം? ജിയുടെ സ്റ്റാറ്റസ് 3 ആയിട്ട് മാറണം. ജി പ്രോസസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയി. ജി പ്രോസസ് ചെയ്തു, ഞാൻ എഴുതി കഴിഞ്ഞു. അടുത്ത് ജി റിമൂവ് ചെയ്യുമ്പോൾ ജിയുടെ നൈബേഴ്സ് ആരൊക്കെയാന്ന് നോക്കുക. സിയും ഉണ്ട്, എഫും ഉണ്ട്. അതിൽ സി പ്രോസസ്ഡ് ആണ്, നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് എഫ് ആണ്. ഇപ്പൊ ഞാനിവിടെ ഡി എടുത്തിട്ടുണ്ട്. ഡിയും ഇയും അവിടെ തന്നെ ഉണ്ട്. ജി റിമൂവ് ചെയ്തു. എന്നിട്ട് ആര് വരും? എഫ് അവിടെ വരും. എഫ് വന്നു. ഇപ്പൊ എഫിന്റെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും? വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. ഇപ്പൊ ഇവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലുള്ളത് ആരൊക്കെയാണ്? ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഡി, ഇ, എഫ് ഇവർ മാത്രമാണ് സ്റ്റാക്കിനകത്തുള്ളത്. അവരെല്ലാം വെയിറ്റിംഗ് സ്റ്റേറ്റിലുമാണ്. അപ്പൊ ഇനി സ്റ്റാക്കിനകത്തേക്ക് ഒരു എലിമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പൊ റിമൂവ് ചെയ്യാനായിട്ട് എഫിനെ റിമൂവ് ചെയ്തു. എഫിനെ റിമൂവ് ചെയ്യുമ്പോൾ ഓക്കെ, എഫ് റിമൂവ് ചെയ്യുമ്പോൾ എഫിന്റെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറണം? 3 ആയിട്ട് മാറണം. എഫ്
പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. എഫിന്റെ സ്റ്റാറ്റസ് 3 ആയിട്ട് മാറി. എഫ് പ്രോസസ്സ് ചെയ്തു. പിന്നെ എന്താ ഉള്ളത് സ്റ്റാക്കിനകത്ത്? പിന്നെ ഉള്ളത് ഡി ഉണ്ട്, ഇ ഉണ്ട്, മാത്രമല്ലേ ഉള്ളൂ. ഇനി ഇപ്പൊ സ്റ്റാക്കിനകത്ത് ടോപ്പിലുള്ളത് എന്താണ്? ഇപ്പൊ ഇത് നോക്കി, എഫിന്റെ ഒരു എലിമെന്റ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ നൈബേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. എഫിന്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇയും ജിയും മാത്രമേ ഉള്ളൂ അല്ലേ. ഈ സ്റ്റാക്കിനകത്ത് തന്നെ ഉണ്ട്, ജി പ്രോസസ്ഡ് ആണ്. അപ്പൊ രണ്ടും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നൈബേഴ്സിനെ ഒന്നും തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനില്ല. പിന്നെ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത് ഇ ആണ്. ഇ റിമൂവ് ചെയ്തു. ഇ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇയുടെ നൈബേഴ്സിനെ നോക്കണം. അതെല്ലാം പ്രോസസ്ഡ് ആണ് അല്ലേ. അപ്പൊ അതിനൊന്നും നോക്കാനില്ല. ബാക്കി പിന്നെ എന്താ ഉള്ളത്? ഡി മാത്രമേ ഉള്ളൂ സ്റ്റാക്കില്. ടോപ്പ് എലിമെന്റ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി ആണ് റിമൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിയും റിമൂവ് ചെയ്യുമ്പോൾ ഡിയുടെ സ്റ്റാറ്റസ് ഇ ഇവിടെ റിമൂവ് ചെയ്തു. അപ്പോൾ സ്റ്റാറ്റസ് 3 ആവും. എന്നിട്ട് ഇപ്പൊ ഡി റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാറ്റസും 3 ആയിട്ട് മാറും. ഇവിടെ അപ്പൊ ഇതാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ നമുക്ക് കിട്ടുന്ന സ്പാനിങ് ട്രീ. എല്ലാ നോട്ട്സിനെയും വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എ ബി സി ഡി സി ജി എഫ് ഇ ഡി അല്ലേ. അപ്പൊ ഇത് ഏറ്റവും ഡെപ്തിലേക്ക് പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രെഡ് ഫസ്റ്റ് സെർച്ച് ആണ്. ബ്രെഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. ഇത് ഇവിടെ ആണെങ്കിൽ ഏറ്റവും ഡെപ്തിലേക്ക് പോകും. ഇതാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിന്റെ അൽഗോരിതം.